ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? കുറച്ച് സ്വർണ്ണം എടുക്കാം. ഇപ്പോഴത്തെ സ്വർണ്ണ വില വെച്ചിട്ട് ഇവള് സ്വർണ്ണം എടുക്കാൻ പോകുന്നത് ഭയങ്കര കാശുകാരിയാണെന്നായിരിക്കില്ലേ വിചാരിക്കുന്നത്. അല്ല കേട്ടോ, നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു സ്വർണ്ണ ചിട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ കാലാവധി ഫിനിഷ് ആവുന്ന ദിവസമാണെന്ന്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ആ എമൗണ്ടിനാണ് സ്വർണ്ണം എടുക്കാൻ പോകുന്നത്. ഞാനോ കയ്യിലിരുന്ന് ബഹളമായതുകൊണ്ട് എനിക്ക് ജ്വല്ലറിയിൽ എത്തുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ആ കേസ് വിട്ടും പോയി. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. നമ്മൾ എന്താ വാങ്ങിച്ചതെന്ന് കാണാൻ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാവേ. ഇപ്പം നമുക്ക് സ്വർണ്ണം ഒന്ന് നിരീക്ഷിച്ചിട്ട് വരാം. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഗോൾഡൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ സെക്ഷനിൽ അതിൻ്റെ കുറച്ച് കാൽക്കുലേഷനും കാര്യങ്ങളായിട്ട് ഇരുന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. അവിടുത്തെ മാലയും ഒക്കെ എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയാമോ. നമുക്ക് സ്വർണം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷമല്ലേ. എനിക്ക് സ്വർണ്ണം അധികം ഇടുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ സ്വർണം മറ്റുള്ളവർ ഇട്ട് കാണുന്നത് നമ്മളെ കല്യാണ പെണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ അവരുടെ ഗോൾഡൊക്കെ കാണാൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പല പല ഡിസൈനുകളും അങ്ങനെ ഞാൻ അവിടെ താഴത്തുള്ള ചോക്കർ സെക്ഷനൊക്കെ അരിച്ച് പെറുക്കി നോക്കാമായിരുന്നു. എനിക്ക് പെട്ടെന്ന് എന്തോ ഫാൻസി കടയിൽ പോയതുപോലെ തോന്നി കേട്ടോ. കാരണം അത്ര ഗോൾഡിൽ ഇത്ര വെറൈറ്റി കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എന്തുമാത്രം ഡിസൈനുകളായിരുന്നു എന്നറിയാമോ. ശരിക്കും നമുക്ക് പണ്ടത്തെ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞ കളറിലെ ലോഹം അങ്ങനെയല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണെന്നറിയാമോ. റോസ് ഗോൾഡ്, ആൻറ്റിക്ക്, പിന്നെ ചെമ്പ് കളറുള്ളൊരു സാധനമൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ സാധനം കണ്ടിട്ട് ഞാൻ സ്വർണ്ണമാണോ എന്ന് അവരോട് ചോദിച്ചു പോയി. വെഡ്ഡിങ് സെറ്റൊക്കെ അവർ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കി. ഞാൻ അവിടെ അവരോടൊന്ന് ചോദിച്ചു, ഞാനിങ്ങനെ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇവിടെ കാൽക്കുലേഷൻ്റെ ഇരിക്കുവാന്നേ. നമ്മൾ ചെറിയൊരു മോതിരം മാറ്റി വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓൾഡ് ഗോൾഡൊക്കെ കൊടുത്തതിൻ്റെ കാൽക്കുലേഷനിലിരിക്കുകയാണ്. ഇത് ഭയങ്കര ചോക്കറൊക്കെ കാണാമെന്നറിയാം. നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് കേട്ടോ. ഈ ഇരിക്കുന്നതൊക്കെ സ്റ്റോണ്, ഒത്തിരി സ്റ്റോണും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. മാലയൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നെ ഒരു മാല ഇട്ടാൽ മതിയല്ലോ കേട്ടോ. എൻ്റെ അടുത്ത് വയ്ക്കായിരുന്നു ഇതുപോലത്തെ ഒരു മാല കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമായിരുന്നു. ഒജ്ജാതി മാലകളായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ചോക്കേഴ്സിൻ്റെ കളക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ കല്യാണിൻ്റെ ചിട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ അവിടെ കയറി ഇറങ്ങാറുണ്ട്. അപ്പോഴും മുമ്പ് കണ്ടതിലും അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഉണ്ടാകുന്നത്. വളകളൊക്കെ ആണെങ്കിലും നല്ല സ്റ്റോൺ വർക്കുള്ള വളകളൊക്കെ അടിപൊളി വളകളാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. റോസ് ഗോൾഡോ അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചില്ല ഇതെന്താണെന്ന്. കുറേയൊക്കെ ഞാൻ ചോദിച്ചു. ഇങ്ങനെ എപ്പോഴെപ്പോഴും ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല കേട്ടോ. പക്ഷേ എല്ലാം നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ. ഈ ഡിസ്പ്ലേയിൽ കാണുന്നല്ലാതെ അവർക്ക് അടിയിൽ അണ്ടർഗ്രൗണ്ട് കളക്ഷൻ വേറെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവരത് എടുത്തൊക്കെ കാണിക്കും ഒത്തിരി. പാലക്ക വള, അങ്ങനെ പല ഡിസൈൻ, കാശ് വള, അങ്ങനെ കുറേ ഡിസൈനിലുള്ള വളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വളകളും ചോക്കറുകളും ആണ് ഞാൻ കൂടുതലായിട്ട് നോക്കിയത് കേട്ടോ. ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന കളക്ഷൻസാണ് കൂടുതലും ഞാൻ വീഡിയോ എടുത്തത്. മേളിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഐറ്റം എടുത്ത് ഇറങ്ങിയതുകൊണ്ട് മേളിലെ വീഡിയോസ് എനിക്ക് അധികം എടുക്കാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷനിലായിപ്പോയി. നമ്മൾ സെലക്ട് ചെയ്യുന്നതും നമ്മുടെ എമൗണ്ട് ആഡ് ചെയ്യുന്നതായിട്ടുള്ള ഇതിലായിപ്പോയി കേട്ടോ. ചോക്കർ സെറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതുപോലെ മുത്തു ഉള്ള മാലയൊക്കെ ഇതൊക്കെ ഞാൻ ആദ്യം കാണുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ എത്രയോ 10 പവനോ അതിൽ കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ. അതിൽ എല്ലാത്തിലും അവരുടെ ടാഗുണ്ട്. അതിൽ ടാഗിൽ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ. പണിക്കൂലി എത്ര പെർസെൻറ്റേജാണ്, എത്ര പവനാണ്, ടാഗിൽ നോക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ വേറൊരു ടൈപ്പ് മാല ഞാൻ കണ്ടു കേട്ടോ. എന്തൊക്കെ ഈ കളക്ഷൻസിനൊക്കെ എന്തൊക്കെ പേരുണ്ടോ കേട്ടോ. വേദ കളക്ഷൻ, പിന്നെ മുഹൂർത്ത് കളക്ഷൻ, അങ്ങനെ എന്തൊക്കെയൊക്കെ പേരുണ്ട്. ആക്ച്വലി ഞാൻ അവരോട് അതൊക്കെ ചോദിച്ചതായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ. ഈ കാണുന്ന മാല ഉണ്ടോ ഞാൻ പറഞ്ഞു. ഇത് കണ്ടിട്ട് എനിക്ക് ഗോൾഡാണോ ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഡൗട്ടായിപ്പോയി. ചെമ്പ് കളറിലിരുന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ആ സെയിൽസ്മാനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടനെ എനിക്ക് എടുത്ത് കാണിച്ചു തന്നു കേട്ടോ. നല്ലൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടനെ എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. ഇതിൻ്റെ പേര് വേദ കളക്ഷൻ എന്നാണ്. ഇത് ഗോൾഡിൽ എന്തോ ഇതാണ് കേട്ടോ. ഞാൻ ആ ചേട്ടനെ എന്നിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മളത് എടുത്ത് നമ്മളത് എടുക്കില്ല എന്ന് പുള്ളിക്കറിയാം. എന്നാൽ അതൊക്കെ എടുത്ത് നമ്മളെ കാണിച്ചൊക്കെ തന്നു കേട്ടോ. ലോക്കറ്റുകളൊക്കെ ഞാൻ നോക്കി. ലോക്കറ്റൊക്കെ വലിയ വലിയ ലോക്കറ്റുകൾ കേട്ടോ. അത് ഇടാനായിട്ട് ഒരു 10 പവൻ്റെ മാല വേണം, അങ്ങനത്തെ ലോക്കറ്റുകൾ.
നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, സ്റ്റോൺ വർക്കുള്ള ലോക്കറ്റുകൾ. പിന്നെ ചെറിയ ലോക്കറ്റ്സ് ഉണ്ടായിരുന്നു, ഹാർട്ട്, പിന്നെ ഏലസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചേട്ടയുടെ മാലയ്ക്ക് ലോക്കറ്റ് വേണമെന്ന് ചോദിച്ചു. പിന്നെ ഏട്ടായി ഒരു ചെറിയ ലോക്കറ്റ് വാങ്ങുമ്പോഴത്തേക്കും ഒരുപാട് എമൗണ്ട് അങ്ങോട്ട് നീങ്ങും. അതുകൊണ്ട് ഏട്ടായി വേണ്ട, എൻ്റെ മാലയ്ക്ക് ലോക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആളുടെ ലോക്കറ്റ് ചളുങ്ങിപ്പോയായിരുന്നു. എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇഷാനും ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇഷാൻ അവിടുത്തെ നിലവിളക്കൊക്കെ നോക്കിയിട്ട് സ്വർണ്ണമാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ എഴുത്തും കുത്തുമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങുവാണ് കേട്ടോ. നമുക്ക് കുറച്ച് എമൗണ്ട് എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കണമായിരുന്നു, നമ്മൾ കുറച്ച് ഗോൾഡ് കൂടുതൽ എടുത്തോണ്ട് കേട്ടോ. അങ്ങനെ അവർ പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയിരിക്കാം കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, ഉച്ചയായി. അപ്പോൾ ഏട്ടയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ പോയത് കേട്ടോ, പണ്ടാരീസ് ബിരിയാണി എന്ന് പറഞ്ഞാൽ. ഞാൻ കേട്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊക്കെ പോയതാണ്. പക്ഷേ ഒന്നിനും കൊള്ളില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല. ഭയങ്കര വിശന്നാണ് പോയത്. പക്ഷേ ആ മുകളിലുള്ള റൈസൊക്കെ നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പുമാവ് പോലെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഉപ്പുമാവോ അല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത മാഗി നൂഡിൽസ് അല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ ഉള്ള അവിടെ ഇരുന്ന പ്ലേറ്റുകളിലൊക്കെ ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ പോയി, എന്തായിരിക്കും ഇവർ ബാക്കി വെച്ചിരിക്കുന്നത്, ഇനി സംഗതി കൊള്ളില്ലേ എന്നുള്ളൊരു ധാരണ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെയല്ലേ പറയുന്നത്? അതെ. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ആ ഫ്രണ്ടിലെ റൈസൊക്കെ കൂട്ടി കഴിച്ചേട്ടാ. ആ ഇഞ്ചിപ്പുളി അങ്ങനത്തെ എന്തോ സാധനം ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, 2 ചെറിയ പീസ്. 170 രൂപയായിരുന്നു ഓരോ ചിക്കൻ ബിരിയാണിക്ക്. അപ്പോൾ ഈശാനും അമ്മയ്ക്കും കൂടെ ഒരു ഹാഫ് ബിരിയാണി മതി എന്നുകൊണ്ട് അവർ ആ ഹാഫ് ബിരിയാണി പിന്നെ അവർ രണ്ടുപേരും കൂടെ കഴിച്ചു. അതുകൊണ്ട് അത് തീർന്നു. ഞങ്ങളുടെ ബിരിയാണി ബാക്കി വന്നു കേട്ടോ കുറച്ച്. അത് എന്തായാലും ബിരിയാണി ഫ്ലോപ്പായി. അപ്പോൾ ഞാൻ കല്യാണിൻ്റെ ചിട്ടിയെ പറ്റിയൊന്ന് പറഞ്ഞുതരാം കേട്ടോ. മന്ത്ലി 500 വെച്ച് നമുക്ക് എത്ര എമൗണ്ടിന് വേണമെങ്കിലും നമുക്ക് അടയ്ക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ചേരുന്ന എമൗണ്ട് എന്തായാലും കൃത്യമായിട്ട് അടച്ചിരിക്കണം. 500 ചേരുവാണെങ്കിൽ മന്ത്ലി 500 എന്തായാലും അടച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് 2000, 3000 എത്ര വേണമെങ്കിലും അടക്കാം. പിന്നെ നമ്മൾ 11 മന്ത്സ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 12 മന്ത്സിൻ്റെ ക്യാഷ് കിട്ടും. 1 മന്തിൻ്റെ എമൗണ്ട് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടും. അതാണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് ഒട്ടുമിക്ക ജ്വല്ലറീസിലും ചിട്ടിയുണ്ട്, ഇപ്പോൾ എല്ലാവരും ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ലൊരു അടിപൊളി പരിപാടിയാണ് ഇത്. നമുക്ക് ക്യാഷ് കുറച്ച് കുറവുള്ളവർക്ക് ഇത് എടുക്കാനും ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് ഗോൾഡ് എടുക്കാനൊക്കെ നല്ലൊരു അടിപൊളി പരിപാടിയാണ്. പിന്നെ ചെറിയ പെൺകുട്ടികൾ ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങുന്നവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ കല്യാണത്തിന് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാകുന്ന അടിപൊളിയല്ലേ. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ജോലി കിട്ടി 2 വർഷം ഞാൻ കല്യാൺ ജ്വല്ലേഴ്സിൽ ചിട്ടിയായിരുന്നു. 2.5 പവൻ്റെ മാല ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതാണ്ടോ നമ്മൾ വാങ്ങിച്ച കമ്മൽ. പിന്നെ എനിക്കൊരു മോതിരം വാങ്ങിയായിരുന്നു. പിന്നെ അമ്മയുടെ മോതിരം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്